ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ ബിറ്റ് കോയിൻ്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൈസ് ആക്ഷൻ അനാലിസിസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബിറ്റ് കോയിൻ്റെ അടുത്ത പ്രൈസ് മൂവ്മെൻറ്റുകൾ ഏതൊക്കെ രീതിയിലാകാൻ സാധ്യതയുണ്ട്, അതിനനുസരിച്ച് നമുക്ക് എങ്ങനെയൊക്കെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താം, എങ്ങനെയൊക്കെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പതിവ് തെറ്റിക്കേണ്ട നമുക്ക് ആദ്യം കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് ഈസ് $2.14 ട്രില്യൺ, $2.49% ഇൻക്രീസ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം 23.72% ഡിക്രീസ് ആയിട്ടുണ്ട്. ഒരു $63.94 ബില്യൺ ആണ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം എന്ന് പറയുന്നത്. ആൻഡ് ബിറ്റ് കോയിൻ ഡൊമിനൻസ് ഒരു 0.29% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 56.26% ബിറ്റ് കോയിൻ ഡൊമിനൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് സ്റ്റിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള 55 ആണ് ന്യൂട്രൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ തന്നെയാണ് ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് നിൽക്കുന്നത്. കഴിഞ്ഞ വീഡിയോകളിലും അത് കൃത്യമായിട്ട് ന്യൂട്രൽ തന്നെയായിരുന്നു. ആൻഡ് നമുക്ക് ബിറ്റ് കോയിൻ്റെയും മറ്റുള്ള ഓൾട്ട് കോയിൻസിൻ്റെയും കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ കഴിഞ്ഞ 24 ഹവറിൽ ഒരു 2.95% ഇൻക്രീസ് ബിറ്റ് കോയിനിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 7 ദിവസമായിട്ട് ഒരു 6.94% ഇൻക്രീസ് ബിറ്റ് കോയിനിൽ സംഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു 3.86% ഇൻക്രീസ് കഴിഞ്ഞ 24 ഹവറിൽ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 7 ദിവസത്തിൽ ഒരു 9.52% എതേറിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഓൾട്ട് കോയിൻസും ഇതേപോലെ തന്നെയാണ്. കഴിഞ്ഞ 24 ഹവറിൽ ചെറിയ രീതിയിലൊന്നും ബുള്ളിഷ് ആയിട്ടുണ്ട്. കഴിഞ്ഞ 7 ദിവസമായിട്ട് അത്യാവശ്യം ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പല ഓൾട്ട് കോയിൻസും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാർക്കറ്റ് കടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ബിറ്റ് കോയിൻ്റെ ചാർട്ടിൽ പോയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ട്രേഡ് ചെയ്യാൻ ഫ്രീ ആയിട്ട് കുറച്ച് ഫണ്ട് കിട്ടിയാലോ? വളരെ സിമ്പിൾ പരിപാടിയാണ്, പെട്ടെന്ന് പറഞ്ഞുതരാം. നേരെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോവുക, ബിങ്എക്സ് ഡൗൺലോഡ് ചെയ്യുക, ഇമെയിലും പാസ്വേഡും കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം FEB5I6 എന്ന കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. ദെൻ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഈ റിവാർഡ് ഹബ്സിൽ പോവുക. ഇവിടെ കുറച്ച് ടാസ്കുകൾ കാണിക്കും. ഓരോന്നായിട്ട് കംപ്ലീറ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് ബോണസ് ആയിട്ട് ഒരു $2 മുതൽ $100 വരെ കിട്ടുന്നതായിരിക്കും. വളരെ സിമ്പിൾ പരിപാടിയാണ്. ഇനി കുത്തിയിരുന്ന് ട്രേഡ് ചെയ്യാനൊന്നും താല്പര്യമില്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കോപ്പി ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചറും ബിങ്എക്സിനകത്തുണ്ട്. അതിലും നമുക്ക് ഈ പറയുന്ന പോലെ കോപ്പി ട്രേഡിംഗ് ബോണസുകൾ കിട്ടുന്നതായിരിക്കും. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ബയോയിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ടാസ്കുകൾ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കോപ്പി ട്രേഡിംഗ് ബോണസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ബോണസ് കിട്ടുന്ന ഫണ്ട് ഒന്നും തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഈ ട്രേഡ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോപ്പി ട്രേഡിംഗ് ബോണസ് നമുക്ക് ഈ മാസം 31 വരെ, ഓഗസ്റ്റ് 31 വരെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ആക്കി ആ ബോണസ് ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമുള്ള ചാർട്ടിലാണ്. ആൻഡ് ഈ ഒരു ചാർട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ 1-2 വീഡിയോസിലായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞു പോകാറുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക്, ആ ഒരു പാരലൽ ചാനലിൻ്റെ മിഡിൽ ട്രെൻഡ് ലൈനിലേക്ക് ആ ഒരു പ്രൈസ് എത്തുന്നത് കാണാനായിട്ട് പറ്റും. ഒന്ന് സൂം ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് പല തവണ ആ ഒരു മിഡിൽ ട്രെൻഡ് ലൈനിനെ പ്രൈസിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാതെ പല തവണ അവിടെ നിന്ന് പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ദിവസവും, അത് ഇന്നത്തെ ഈ ഒരു ക്യാൻഡിലും ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഏകദേശം ഒരു $61,500 പ്രൈസിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റോടെ പ്രതീക്ഷിക്കാം. ഓക്കെ, കാരണം ഒരുപാട് തവണ ആ ഒരു ട്രെൻഡ് ലൈനിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ പ്രൈസിന് റിജക്ഷൻ കിട്ടുന്നുണ്ട്. പ്രൈസ് ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ പ്രൈസിന് തിരിച്ച് ആ ഏരിയനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ വളരെ ശക്തമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സെല്ലേഴ്സ് അവിടെ ആധിപത്യം നേടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സെല്ലേഴ്സിൻ്റെ സെല്ലേഴ്സ് അവിടെ കൺട്രോളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചെറിയ രീതിയിലുള്ള ഒരു ഡൗൺ മൂവ്മെൻറ്റ് ബിറ്റ് കോയിനിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു $54,000 ഒരു ഡൗൺ മൂവ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ബിറ്റ് കോയിൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ $54,000 എത്തിയെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ക്രാഷ് നമുക്ക് പറയാൻ പറ്റില്ല. ക്രാഷ് പറയണമെന്നില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഡൗൺ മൂവ്മെൻറ്റ് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരു 50,000 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. ആ ലെവൽ ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് പിന്നീട് ഒരു 45,000 എന്ന് പറയുന്ന ഒരു ലെവലിലേക്കൊക്കെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, അതായത് ബയേഴ്സിൻ്റെ ഒരു കൺട്രോൾ ഇവിടേക്ക് കയറി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ഇന്നോ നാളെയോ ആയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ബ്രേക്ക് ചെയ്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാരലൽ ചാനലിൻ്റെ ഏറ്റവും ടോപ്പിലെ ട്രെൻഡ് ലൈൻ ആയിട്ടുള്ള ഒരു 68,000 എന്ന് പറയുന്ന ലെവലിലേക്ക് ബിറ്റ് കോയിൻ്റെ പ്രൈസ് പോകാനായിട്ട് സാധ്യതയുണ്ടെന്നുള്ള കാര്യം, ഏകദേശം ഈ ഒരു ലെവലിലേക്ക് ബിറ്റ് കോയിൻ്റെ പ്രൈസ് പോകാനായിട്ട് സാധ്യതയുണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ്.
ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ടുള്ള ഈ ദിവസങ്ങൾ, അതായത് ഈ ഒരു ഏരിയയിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് നിന്ന് കളിക്കുന്ന ദിവസങ്ങളെല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള പീരീഡിൽ നമ്മൾ ട്രേഡ്സ് ഒന്നും എടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. സ്വിംഗ് ട്രേഡ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, സ്വിംഗ് ട്രേഡേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ട്രെൻഡിങ് ആയിട്ടുള്ള മാർക്കറ്റ് കിട്ടുമ്പോൾ മാത്രം ട്രേഡ്സ് നോക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള മാർക്കറ്റ് കണ്ടീഷൻസിൽ ട്രേഡ്സ് ഒന്നും എടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം. ഓക്കെ, ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിൽ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിതാ പ്രീവിയസ് ആയിട്ടുള്ള ലോയിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു പുതിയ ലോ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെ ഈ രീതിയിലൊരു ഒരു ലോവർ ലോസ് ആയിട്ട് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് പുതിയതായിട്ട് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഹൈയും ഏറ്റവും പ്രീവിയസ് ആയിട്ടുള്ള ലോയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനത് ക്ലിയർ ചെയ്തിട്ട് കാണിക്കാം. ഇവിടെ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ വരച്ചിട്ടുണ്ട്. അതിന് കൃത്യമായിട്ട് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആ ഒരു ഫിബൊനാച്ചി ഗോൾഡൻ ലെവൽസിലാണ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഫിബൊനാച്ചി ഗോൾഡൻ ലെവൽസിലാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ, നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇവിടെ പറഞ്ഞ പോലെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്നും ഒരു റിജക്ഷൻ ഇവിടെ താഴേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഈ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാവുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 0.27 ലെവലായിട്ടുള്ള 43,000 എന്ന് പറയുന്ന ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 43,000 എന്ന് പറയുന്ന ലെവലിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് ബിറ്റ് കോയിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഈ ഒരു ലെവൽ, ഈ ഗോൾഡൻ ലെവലിനെ പ്രൈസ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ $68,000 മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഗോൾഡൻ സോൺ അല്ലെങ്കിൽ ഈ ഫിബൊനാച്ചി ഗോൾഡൻ ലെവൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. അപ്പോൾ അതിനകത്ത് പ്രൈസ് നിൽക്കുമ്പോൾ നമ്മൾ വേറെ ട്രേഡ്സ് ഒന്നും എടുക്കാതിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലേക്കാണ് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഡയറക്ഷനിൽ ട്രേഡ് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ ഡയറക്ഷൻ നമുക്ക് ഇതുവരെ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവിടെ നമുക്കിപ്പോൾ കാര്യമായിട്ട് ട്രേഡ്സ് ഒന്നും എടുക്കാനായിട്ടില്ല. സോ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള മാർക്കറ്റ് കണ്ടീഷൻസിൽ ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ ഈ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന കാര്യം. ആൻഡ് ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഈ ഒരു CPR മന്ത്ലി CPR ലെവൽസിൽ പ്രൈസ് ഒരു 4 കൂടുതൽ തവണ പ്രൈസ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു CPR ലെവൽ 60,000 മുതൽ 63,000 വരെയുള്ള ഈ ഒരു CPR ലെവൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും താഴേക്ക് പോയിട്ട് ഈ ഒരു മന്ത്ലി CPR S1 ലൈൻ ആയിട്ടുള്ള 55,000 വീണ്ടും പ്രൈസ് എത്താൻ സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റും. ആൻഡ് ആ 55,000 ആ ഒരു 55,000 എന്ന് പറയുന്ന ലെവലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീടുള്ളത് 45,000 എന്ന് പറയുന്ന മന്ത്ലി CPR S2 ലെവലാണ്. ഓക്കെ, അപ്പോൾ ഈ ലെവൽസ് എല്ലാം തന്നെ ഒറ്റയടിക്ക് പോകുമെന്നല്ല പറയുന്നത്, കൃത്യമായിട്ടുള്ള കണ്ടീഷൻസ് മനസ്സിലാക്കുക. ഏതൊക്കെ രീതിയിലുള്ള ഒരു പ്രൈസ് ആക്ഷൻ സംഭവിച്ചാലാണ് ഈ പറയുന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു CPR ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ CPR ലെവൽസിനെ പ്രൈസ് ഏത് രീതിയിലാണ് ഒരു റിയാക്ഷൻ കാണിച്ചു തരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് നമ്മുടെ മറ്റുള്ള അനാലിസിലേക്ക് നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്നതിന് തീർച്ചയായിട്ടും സഹായിക്കുന്നതായിരിക്കും. നമ്മളെപ്പോഴും ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഡയറക്ഷൻ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് ആ ഡയറക്ഷനിലേക്ക് ഒരു ട്രേഡ് എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഡയറക്ഷൻ കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം. ആൻഡ് ഫോർവേഡ് ടൈം ഫ്രെയിമിൽ തന്നെ നമുക്കിതാ ഈ രീതിയിൽ നമുക്കിതാ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു ഏരിയയിൽ പ്രൈസ് കറക്റ്റായിട്ട് റെസിസ്റ്റൻസ് എടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇതൊരു അപ്പ് ട്രെൻഡ് ലൈനാണ്, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് ലൈനാണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇവിടെ കൃത്യമായിട്ട് ഹൈ ലോ ആ രീതിയിൽ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇതൊരു ഹയർ ഹൈസ് ആയിട്ട് പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ പ്രൈസ് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ അത് ഈ ഒരു ഫിബൊനാച്ചി ഗോൾഡൻ ലെവൽസിന് മുകളിലേക്ക് പോകുന്ന സിറ്റുവേഷനിലേക്ക് വരും. അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വരുമ്പോൾ ഈ ഒരു മിഡ് ട്രെൻഡ് ലൈനിന് മുകളിലേക്ക് പ്രൈസ് പോകുന്ന സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെ ഫോർവേഡ് ടൈം ഫ്രെയിമിൽ പ്രതീക്ഷിക്കാം. അതായത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്കിവിടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ചുള്ള ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നമുക്കിവിടെ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള കൺഫർമേഷൻസ് വേണം. ആൻഡ് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് താഴേക്ക് സംഭവിക്കാനും സാധ്യതയുണ്ട്. ആൻഡ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ആ ഒരു 50,000 എന്ന് പറയുന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്കവിടെ പ്രതീക്ഷിക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് നടത്തിക്കൊണ്ട് ഏത് ഡയറക്ഷനിലേക്കാണ് പ്രൈസ് പോകാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അതിനനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡ്സിനെ, നിങ്ങളുടെ അനാലിസിനെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞേക്കാം.
അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്, അടുത്ത വീഡിയോയിൽ കാണാം.